എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. ഈ അടുത്തിടെ പുറത്തിറങ്ങിയ പാതിരാത്രി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ സിനിമയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലുള്ള ഒരു സിനിമ. അപ്പോൾ പുഴു സംവിധാനം ചെയ്ത റെത്തീനയാണ് ഇതിൻ്റെ സംവിധായിക. നവ്യ നായരും സൗബിൻ ഷാഹിറുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് കഥ നടക്കുന്നത്. എസ് ഐ ജാൻസി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് നവ്യ അവതരിപ്പിക്കുന്നത്. രണ്ട് പോലീസുകാർ രാത്രി പെട്രോളിങ്ങിന് പോകുന്നതും തുടർന്ന് അവരുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പ്രധാനമായിട്ടും പറയുന്നത്. തുടക്കത്തിലൊക്കെ വളരെയധികം പ്രതീക്ഷ നമുക്ക് തരുന്ന ചിത്രമാണ് ഇത്, പാതിരാത്രി. പക്ഷെ പിന്നീട് അങ്ങോട്ട് കണ്ടു വരുമ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു എന്ന് വേണം പറയാൻ. കാരണം പുഴു എന്ന് പറയുന്ന സിനിമയെ വെച്ച് നോക്കുമ്പോൾ പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും പാതിരാത്രി എന്ന് പറയുന്ന സിനിമയ്ക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെയധികം സംശയം ഉള്ളൊരു കാര്യം. കഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്റ്റോറി ആയിട്ട് തോന്നി. പിന്നെ ലോൺലിനെസ് അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സ്റ്റോറീനെ പറ്റി പറയുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറായിട്ട് തോന്നി. ഒരു ക്രൈം ത്രില്ലർ മൂവി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ത്രില്ലിങ് മൊമെൻറ്റ്സും ട്വിസ്റ്റൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഇതിലില്ല. നമുക്കെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചത്. പിന്നെ ഒരുപാട് സ്ഥലത്ത് ഡയലോഗ്സ് ഡെലിവറി അതിൻ്റെ നിലവാരം കുറച്ച് ഡള്ളായിപ്പോയി. കാരണം മിക്ക സ്ഥലത്തും അച്ചടി ഭാഷയായിപ്പോയി. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് കിട്ടും, എന്ത് മെസ്സേജാണ് ഇവർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവർ പ്രേക്ഷകരോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊരു തോന്നലോടുകൂടിയാണ് നമ്മൾ തിയേറ്ററിൽ പോവുക. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഫ്രണ്ട്സിനും നവ്യയ്ക്കും പുറമെ ആന അഗസ്റ്റിൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ തുടങ്ങി ധാരാളം അഭിനേതാക്കൾ ഈ സിനിമയിലുണ്ട്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ സാധനം തന്നെ അല്ല ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ഈ സിനിമയിൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇതുവരെ കണ്ട അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കേട്ടറിഞ്ഞ കഥകളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും പുതുതായിട്ട് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഓരോ സിനിമ കാണുമ്പോഴും നമ്മൾ അന്വേഷിക്കുന്നതും നമ്മൾ കണ്ടെത്തുന്നതും. നമ്മൾ വ്യത്യസ്തതകളും പുതുമകളുമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു വളർച്ച എന്ന് വേണം പറയാൻ. അതായത് മാറ്റവും പിന്നെ കണ്ടെത്തലുമാണ് ഒരു കലാരൂപത്തെ, സിനിമയെ പ്രത്യേകിച്ചും മാറ്റത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പുതുമ ഈ സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.